ചാർട്ടേഡ് വിമാനത്തിൽ ഭിന്നശേഷിക്കാരെയും അവരുടെ പാരൻസിനെയും ദുബായിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രമുഖ വ്യവസായിയും പ്രിയ സുഹൃത്ത് മലബാർ ഫൈസൽക്കയാണ് ഈ കുട്ടികളെ ഇനി ദുബായിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു വലിയ പ്രഖ്യാപനം വളരെ ഹാപ്പി ആയിട്ടും കോൺഫിഡൻസോടും കൂടി പ്രിയപ്പെട്ട ഫൈസൽക്ക പ്രഖ്യാപിച്ചത്. ഫൈസൽഖാൻ്റെ കാലിക്കറ്റ് വീട്ടിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞ് നമുക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം കാലിക്കറ്റ് ടവറിൽ എൻ്റെ കുട്ടികളുടെ കൂടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത്. അങ്ങനെ കാലിക്കറ്റ് ടവറിലെത്തുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ടായി. കാലിക്കറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോയി നല്ല ഭക്ഷണം, അതേപോലെ തന്നെ യാത്രകൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കുട്ടികൾക്കുള്ള ഒരു ഡിന്നറായിരുന്നു അവിടെ വെച്ച് നൽകിക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സും അതിൻ്റെ പ്രമുഖ പ്രവർത്തകരും ഒപ്പം മലബാർ ഫൈസൽക്ക, ഉണ്ണീക്ക പോലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മലബാർ ഫൈസൽക്കയാണെന്ന് അവിടെ വെച്ച് പ്രിയ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. അങ്ങനെയാണ് അതിൻ്റെ 30ാം വാർഷികത്തിൽ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം ചെയർമാൻ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 30 വർഷമായിട്ട് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, അവരെ പരിചരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു കുട്ടികളുടെയും അവരുടെ പാരൻസിൻ്റെയും ഒരു സന്തോഷം, അതായത് ഏകദേശം 165ഓളം കുട്ടികൾ നിലവിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പാരൻസും ചാർട്ടേഡ് വിമാനത്തിൽ ദുബായിലേക്കുള്ള യാത്ര ഉടൻ തന്നെ ഉണ്ടാവട്ടെ. കാലിക്കറ്റ് മേയർ സദാശിവൻ സാറും ഈ ഒരു മനോഹരമായ സന്ധ്യയിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എന്താ പറഞ്ഞത്? സിറാജ് ഭായ് ആണ്. സ്വന്തം 18ാമത്തെ വയസ്സിൽ അദ്ദേഹം തുടങ്ങിയ സ്ഥാപനമാണ്. അദ്ദേഹം കല്യാണം കഴിച്ചത് തന്നെ ഈ അടുത്ത കാലത്താണ്. അതുവരെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങള് ഓട്ടിസം ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ വിറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളാണ് അറിയേണ്ടത്. കാരണം അദ്ദേഹം ഒരിക്കലും എല്ലാം ബാക്കോട്ട് ഓടി കളി. 2 വാക്ക് എന്തെങ്കിലും പറയാം. ഏതായാലും സന്തോഷം. അതാ പറയാം, ഞാനെപ്പോഴും പറയും പ്രസംഗിച്ച അധിക പ്രസംഗമാവുമെന്ന് പറയും. അതുകൊണ്ടല്ല എനിക്ക് പറയാനുള്ളത്, ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതായത് ബുദ്ധിപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഈ സമൂഹത്തിൽ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റിലും. ഈ കുട്ടികളെയും ഇവരെ ഫാമിലിയെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇതൊരു സാമൂഹ്യ ബാധ്യത. ഇതൊരു മലബാർ ഫൈസലിൻ്റെയോ അല്ലെങ്കിൽ സിറാജിൻ്റെയോ സിക്കന്ദർ ഭായിൻ്റെയോ അക്ബർ അലീൻ്റെയോ ഒന്നും ബാധ്യതയില്ല. ഇത് എന്തോ പടച്ചോൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്നും ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മളൊന്നും കുടുംബത്തിലില്ല. പക്ഷേ അതൊന്നും ഇനി ഉണ്ടാവില്ല എന്നൊന്നും നമുക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ നാടിൻ്റെ അവസ്ഥയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്തോ പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. ആ അനുഗ്രഹത്തിന് നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെയും അവരെ കുടുംബാംഗങ്ങളെയും, അതായത് അവരെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബാംഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. സന്തോഷം. ഫൈസൽക്ക ചെറിയൊരു പരിപാടിക്ക് പോകാറുണ്ട് ഉണ്ണീക്ക എന്നെ കൊടുന്നത്. ഞാൻ ഇതിന്റെ ചെയർമാനാണ്, വലിയ സംഭവം കാണിച്ചു തരാറിഞ്ഞിട്ടല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് മഗ്‌രിബ് നിസ്കരിച്ചിട്ടൊന്ന് കൂടാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഓക്കെ ഏതായാലും എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. 96 തുടങ്ങിയ നമ്മുടെ സ്ഥാപനം 30ാം വാർഷികത്തിലേക്ക് പോവാണ്. അപ്പോൾ 30ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ വലിയ പ്രോഗ്രാംസാണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ഫൈസൽക്ക നമ്മളുടെ കുട്ടികളെയും പാരൻസിനെയും ഒരു ഫ്ലൈറ്റിൽ ദുബായിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൂടാതെ മേയർ അദ്ദേഹം കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷനാക്കി മാറ്റാം എന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നമ്മൾ ഒരു റെസ്പേറ്റ് കെയർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കുട്ടികളെ നമ്മുടെയൊക്കെ വീട്ടിൽ പെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാറ്റ് അതുപോലെ തന്നെ ഡോഗ്സ് ഒക്കെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് അടുത്ത് ഒരുപാട് നമുക്ക് ബോർഡിങ്സ് ഉണ്ട് അവരാക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ അതേസമയം ഇത്തരം കുട്ടികളെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ടൂറിനോ പോകുന്ന സമയത്ത് ആക്കാനൊരു സംവിധാനമില്ല. കേരളത്തിൽ അങ്ങനെ സംവിധാനം ഇതുവരെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് അത്തരത്തിലുള്ള പ്രോഗ്രാം കോർപ്പറേഷനായിട്ട് ചേർന്ന് ചെയ്യാൻ ഉള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതും ഏറെ സന്തോഷകരമാണ്. ദുബായിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് മേയർ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് ഹെഡ് ചെയ്യുന്നത്
ഉണ്ണിക്കയാണ്. ഉണ്ണിക്ക നമ്മുടെ ട്രസ്റ്റിൻ്റെ ഞാനൊന്ന് ഇടപെടും. ഉണ്ണിക്കാനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇടപെടും. എന്റെ നാട്ടുകാരനാട്ടോ. നാട്ടുകാരനാണ്. ഞാൻ ആദ്യം മുതലേ ഉണ്ണിക്കാൻ അറിയാം. നിങ്ങൾക്ക് നാട്ടുകാരനാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജീവകാരുണ്യ മേഖലയിൽ എന്താ പറയാ മലബാറിന്റെ പ്രതീകമാണ്. അല്ല, ഇത്തരം കുട്ടികളുടെ പാരന്റ്സിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഒരു ചോദ്യവും ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എൻട്രി ഉള്ള കുട്ടികൾ, അവരുടെ പാരന്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കുട്ടികളെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഫൈസൽഖാൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഫൈസൽഖ ഒരുപക്ഷെ പല ബിസിനസ്സിലും അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് പോലത്തെ പല സംവിധാനത്തിലും ഫൈസൽഖ ഉണ്ട്. ആ ഒരു ബന്ധത്തിലൊക്കെ ഉള്ള ഫൈസൽഖാൻ്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ആളുകളെ മൂപ്പർ ഇങ്ങോട്ട് എത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. അപ്പോൾ ഇതേ ഒരു പ്രോഗ്രാം പറഞ്ഞാൽ എത്ര തരം, ഇപ്പോൾ മൈജി ഷാജി ആണെങ്കിലും ജിടെക് മറൂഫ് ആണെങ്കിലും 100 കൂട്ടം ഡോക്ടർ KP ഹുസൈൻ നമ്മളുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് KRS സിറാജ് അബ്ദുള്ളക്ക, RG എണ്ണയുടെ അംബികേച്ചി ഞങ്ങളുടെ വനിതാ വിങ്ങിന്റെ ചെയർമാനാണ്. പിന്നെ പാരഗൺ സുമേഷ്, പിന്നെ നമ്മുടെ നാത്ത് കൺസ്ട്രക്ഷന്റെ റെജി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പിന്നെ ഹൈലൈറ്റ് ബിൽഡേഴ്സിന്റെ ഒരു TC പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ, അൽഹിന്ദ് ഹാരിസ് കണ്ട്. അപ്പം ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ പല ആളുകളും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുമ്പം ആരും അറിയാതെ ഇതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടല്ലോ. ഉറങ്ങുന്ന സമയത്ത്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഫൈസൽക്ക് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ. ഫൈസൽക്ക് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ ബിസിനസ്സിനേക്കാളും എനിക്ക് ലാഭകരമായിട്ടുള്ള ഈ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഫൈസൽക്ക എല്ലാ മാസവും കൃത്യമായിട്ട് ഇതിൻ്റെ വാടക കൊടുക്കാനും ഇതിൻ്റെ സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കാനൊക്കെ ഫൈസൽഖാൻ്റെ തിരക്കിനിടയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും ഫൈസൽഖാക്ക് എങ്ങനെയാണ് അത് ഓർമ്മ വരുന്നത്. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും, ഒരു സംശയമില്ല. അതിൻ്റെ ബാക്കിൽ അത്തരത്തിലുള്ള സ്ട്രോങ് ടീമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ പ്രഖ്യാപനം, ഗൾഫിലേക്കെന്ന ആ ഒരു സ്വപ്നം ഭിന്നശേഷിക്കാരെ അവരുടെ പാരൻസിനെ കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുക ബിസിനസ്സുകാരൻ എന്നതപ്പുറത്തേക്ക് വലിയൊരു സാമൂഹിക മനുഷ്യസ്നേഹിയായ ഫൈസൽഖാക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ എല്ലാവിധ ബർക്കത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.